ഇന്ദിരാഗാന്ധിയുടെ അസാമാന്യ ധൈര്യത്തെക്കുറിച്ചിട്ടുള്ള ഒട്ടനവധി കഥകൾ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ലോകം തന്നെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ധൈര്യശാലിയായ സ്ത്രീകളിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. സ്വന്തം ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിത്വമാണ് ഇന്ദിരാഗാന്ധി. ഈ ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റാണ് മരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ അംഗരക്ഷകർക്ക് ഇന്ദിരാഗാന്ധിയുടെ ഇത്രമാത്രം പകയുണ്ടായത്? ഇന്ദിരാഗാന്ധി വധത്തിന് പിന്നിലെ കാരണങ്ങൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. 1984 ജൂണിൽ ഇന്ദിരാഗാന്ധി ഉത്തരവിട്ട ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടികളിൽ ഒന്നാണ്. പഞ്ചാബിൽ ഭീകരവാദം വളർത്തുന്ന കുപ്രസിദ്ധ ഭീകരവാദി ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയെ പിടികൂടുക എന്നതായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. സിഖ് മതവിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തിലെ അകാൽ തഖ് എന്ന ആരാധനാ സ്ഥലം കൈയടക്കിയായിരുന്നു ഭിന്ദ്രൻവാലയുടെ ഭീകര പ്രവർത്തനം. സിഖ് മത പ്രഭാഷകനായിരുന്നു ഈ ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല എന്ന് പറയുന്ന വ്യക്തി. ഈ ഒരു വ്യക്തി സ്ഥാപിച്ച സംഘടനയാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. പഞ്ചാബിൽ ശക്തിയാർജിച്ചുകൊണ്ടിരുന്ന അകാലി ദളിതിനെ തുരത്താൻ പണ്ട് കോൺഗ്രസ് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ആളാണ് ഈ ഭിന്ദ്രൻവാല എന്ന് പറയുന്നത്. ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയിൽ സിഖ് മതക്കാർക്ക് ജീവിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ പഞ്ചാബ് കേന്ദ്രീകരിച്ച് സിഖുകാർക്ക് ഒരു സ്വതന്ത്ര രാജ്യം വേണം, ഖലിസ്ഥാൻ എന്ന പേരിൽ സിഖ് പരമാധികാരമുള്ളൊരു രാജ്യം. അതിനായി പഞ്ചാബിനെ ഇന്ത്യൻ യൂണിയനിൽ നിന്നും വേർപെടുത്തുക എന്നതായിരുന്നു ഖലിസ്ഥാൻ തീവ്രവാദികളുടെ അന്തിമ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ ഖലിസ്ഥാൻ തീവ്രവാദികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. വിഘടനപരമായ പ്രസംഗങ്ങളിലൂടെ ഭിന്ദ്രൻവാല ഇന്ദിരാഗാന്ധിക്ക് തലവേദനയായി മാറി. ഒടുവിൽ ഭിന്ദ്രൻവാലയെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഈ അറസ്റ്റ് ഭീഷണിയെ തുടർന്ന് സുവർണ ക്ഷേത്രത്തിനുള്ളിലെ അകാൽ തഖ് എന്ന ആരാധനാ സ്ഥലം കേന്ദ്രമാക്കി ഒരു ഭീകര കേന്ദ്രമാക്കി മാറ്റുകയും ഈ ഭിന്ദ്രൻവാല അവിടെ സ്വർണവും പണവും അതുപോലെ ആയുധങ്ങളും ശേഖരിക്കാനും തുടങ്ങി. പക്ഷെ കഥ മാറുന്നത് ഇവിടെ ഒന്നുമല്ല. 1984 പാകിസ്ഥാൻ ഈ ഖലിസ്ഥാൻ പ്രശ്നത്തിൽ ഇടപെടാൻ തുടങ്ങി. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു ആയുധമായിട്ട് ഈ ഖലിസ്ഥാൻ വാദികളെ പാകിസ്ഥാൻ മുതലെടുക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ട പരിശീലനം നൽകിയും ആയുധവും പണവും എത്തിച്ചു കൊടുത്തും പാകിസ്ഥാൻ അവരെ സഹായിച്ചുകൊണ്ട് മുതലെടുക്കാൻ തുടങ്ങി. ഇതേ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സിഖ് തീവ്രവാദികളെ തുരത്താൻ ഇന്ത്യൻ സേന സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഈ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്ദിരാഗാന്ധി വധവും തുടർന്നുള്ള സിഖ് കൂട്ടക്കൊലയും ഒക്കെ നടക്കുന്നത്. 1984 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ സുവർണ ക്ഷേത്ര സമുച്ചയത്തിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം അന്ന് ഖലിസ്ഥാൻ പതാക ഉയർത്തി. ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അമൃതസറിലെ ഹിന്ദുക്കളായ കച്ചവടക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടു. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇതിനിടെ സിഖ് പരമാധികാരമുള്ള രാഷ്ട്രം വേണമെന്നാവശ്യപ്പെട്ട് 1984 ജൂൺ 3 പ്രക്ഷോഭം ആരംഭിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടുകൂടിയാണ് കേന്ദ്രം കടുത്ത നടപടികളിലേക്ക് നീങ്ങാമെന്നൊരു ആലോചനയിലേക്ക് എത്തുന്നത്. 1984 ഇന്ദിരാഗാന്ധി സർക്കാർ ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഒരു സൈനിക നീക്കം നടത്തി. ജൂൺ 1 ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക ഉത്തരവ് ലഭിച്ചതിന് ശേഷം ജൂൺ 5, 6 തീയതികളിലായാണ് ഈ സൈനിക നടപടി നടന്നത്. ഒരു സൈനിക ഓപ്പറേഷൻ നടത്തി ഭിന്ദ്രൻവാല അടക്കമുള്ളവരെ തീർത്തില്ലെങ്കിൽ പഞ്ചാബ് കൈവിട്ടു പോകുമെന്നുള്ളൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ഇൻ്റലിജൻസ് വിങ് എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഇന്ദിരാഗാന്ധിക്ക് കൈമാറാൻ ഈ ഒരു ഇൻ്റലിജൻസ് വിഭാഗത്തിന് അന്ന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇന്ദിരാഗാന്ധി ഈ ഒരു നിർണായകമായ തീരുമാനം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന നിർണായകമായ തീരുമാനം എടുക്കുകയാണ് ഉണ്ടായത്. ജനറൽ AS വൈദിക്കായിരുന്നു ഈ ഒരു ആക്രമണത്തിൻ്റെ ചുമതല ലഭിച്ചിരുന്നത്. വലിയ ആസൂത്രണത്തോടുകൂടിയാണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയത്. അതിന് മുൻപായിട്ട് സുവർണ ക്ഷേത്രത്തിൻ്റെ ഒരു സെറ്റ് തന്നെ ഈ സൈന്യം തയ്യാറാക്കുകയും ഇതിൻ്റെ മുക്കും മൂലയും ഉൾപ്പെടെ സൈന്യം പഠിക്കുകയും ചെയ്തു. ശേഷം അമൃതസറിലാണ് ഈ സുവർണ ക്ഷേത്രം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അമൃതസറിൽ കർഫ്യൂ ഏർപ്പെടുത്തി. തീവണ്ടി വിമാന സർവീസുകൾ റദ്ദാക്കി. വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഏറ്റവും എടുത്തു പറയേണ്ടത് പാകിസ്ഥാന് ഒരു തരത്തിലും ഈ ഖലിസ്ഥാൻവാദികളെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിധം പാകിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. അങ്ങനെ പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും ഇല്ലാതാക്കി. ശേഷം ജൂൺ 5 വൈകിട്ട് 7 മണിക്ക് സൈന്യത്തിലെ 16ാം റെജിമെൻറ്റിലെ ടാങ്കുകൾ സുവർണ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നീങ്ങിയതോടുകൂടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചു. പക്ഷേ അന്നൊരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു. ഈ സിഖ് വിശ്വാസികൾക്ക് സിഖുകാരുടെ 5ാമത്തെ ഗുരു എന്നറിയപ്പെടുന്ന അർജുൻ സിംഗിൻ്റെ രക്തസാക്ഷി ദിനമായിരുന്നു അന്ന്.
ഈ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ 10,000-കണക്കിന് ഗ്രാമവാസികളും ഭക്തന്മാരുമാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത്. ഈ സൈന്യം അങ്ങോട്ട് എത്തിയതോടുകൂടി ഉച്ചഭാഷണിയിലൂടെ സൈന്യം ഇവർക്ക് ഈ ഭക്തർക്ക് നിർദ്ദേശം നൽകി എല്ലാവരും പുറത്തേക്ക് പോകണം എന്നുള്ളത്. പക്ഷേ വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ഈ തീവ്രവാദികൾ തടഞ്ഞു വെക്കുകയും അവരൊരു രക്ഷാകവചമാക്കി മുന്നിൽ നിന്നുകൊണ്ട് സൈന്യത്തിനെതിരെ ഇവർ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി. സൈന്യത്തിനെതിരെ മെഷീൻ ഗണ്ണുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയുടെ നിരവധി പാരാ കമാൻഡോമാർ ഈ ഒരു ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ തുടങ്ങി. ഇത് കണ്ടതോടുകൂടി ഇന്ത്യൻ സൈന്യം ഇരച്ചുകയറി ഷെല്ലാക്രമണം ആരംഭിച്ചു. തീവ്രവാദികൾ തിരിച്ചും ആക്രമിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കനത്ത പോരാട്ടം നടന്നു. 2 ദിവസത്തെ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യൻ സൈന്യം സുവർണക്ഷേത്രത്തിൽ ആധിപത്യം സ്ഥാപിച്ചു. ഭിന്ദ്രൻവാലയുടെയും ഓൾ ഇന്ത്യ സിഖ് സ്റ്റുഡൻറ് ഫെഡറേഷൻ പ്രസിഡന്റ് അമരിക് സിംഗിൻ്റെയും മൃതദേഹം വെടിയുണ്ടകൾ തുളച്ചുകയറിയ രീതിയിലാണ് അവിടെ നിന്നും കണ്ടെടുത്തത്. ഈ ഒരു സമയത്ത് 250ഓളം തീവ്രവാദികൾ അന്ന് കീഴടങ്ങി. അതിനുശേഷം നടത്തിയ തെരച്ചിലിൽ വിദേശമുദ്രയുള്ള ആയുധങ്ങൾ, ലക്ഷക്കണക്കിന് വിലയുള്ള സ്വർണ്ണങ്ങൾ, അതുപോലെ തന്നെ കോടിക്കണക്കിന് കറൻസികളൊക്കെ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സൈനികരും തീവ്രവാദി നേതാവ് ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാലയും ഉൾപ്പെടെ ഏതാണ്ട് 1000ഓളം പേരാണ് അന്നത്തെ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത് എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ സർക്കാർ കണക്കിലത് 100-ൽ താഴെ മാത്രമാണ്. എന്നാൽ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അതായത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു കയറി നടത്തിയ സൈനിക നീക്കം സിഖ് ജനവിഭാഗങ്ങൾ വ്യാപകമായ അതൃപ്തിക്ക് കാരണമായി. അവരുടെ ഉള്ളിൽ ഇന്ദിരാഗാന്ധിയാണ് ഇത്തരത്തിൽ അവരുടെ ഏറ്റവും പരമപ്രധാനമായ ക്ഷേത്രത്തിൽ കയറി ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി അവരുടെ ശത്രുവാണ് എന്നൊരു ധാരണ ഈ സിഖ് മതവിശ്വാസികളുടെ ഉള്ളിൽ ബലപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇന്ദിരാഗാന്ധിയെ പൊതുശത്രുവായിട്ട് സിഖുകാർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായിരുന്ന 2 സിഖ് മതവിശ്വാസികളുണ്ടായിരുന്നു. ആ 2 സത്വന്ത് സിംഗ് എന്ന് പറയുന്നതും ബിയാൻ സിംഗ് എന്ന് പറയുന്ന 2 പേര്. ഇവർ വളരെ വിശ്വസ്തരായ അംഗരക്ഷകരായിരുന്നു. ഈ അംഗരക്ഷകർ അന്ന് എല്ലാവരും പറഞ്ഞു ഇവർ സിഖ് മതവിശ്വാസികളാണ്, ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടേക്കാം എന്ന് പറഞ്ഞെങ്കിലും ഇന്ദിരാഗാന്ധി അത് വിശ്വസിച്ചില്ല. ഇന്ദിരാഗാന്ധി ഇവരെ പൂർണ്ണമായും അവിശ്വസിക്കാതെ ഇവരെ പൂർണ്ണമായും വിശ്വസിക്കുകയും ഇവരെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഈ 2 പേരെ ഈ സിഖ് മതവിശ്വാസികൾ, ഈ തീവ്രവാദികൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 2 പേര് ഈ മതഭ്രാന്തന്മാരുടെ ഉപദേശം കേട്ട് ഇന്ദിരാഗാന്ധിക്ക് നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി വധം സംഭവിച്ചത്. ഈ ഇന്ദിരാഗാന്ധി വധവും തുടർന്ന് ഉണ്ടായ സിഖ് കൂട്ടക്കൊലയെക്കുറിച്ചിട്ടുള്ള വിശദമായൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ദിരാഗാന്ധി വധത്തിലെ ഈ ഏറ്റവും പ്രിയപ്പെട്ട അംഗരക്ഷകർ ഇന്ദിരാഗാന്ധിയെ കൊല്ലുന്നതിനുണ്ടായ കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അതെല്ലാവർക്കും കൃത്യമായിട്ട് കൺവേ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നെങ്കിലും ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി ഉത്തരവിട്ട ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയാണ് പഞ്ചാബ് ഇന്നും ഇന്ത്യയുടെ ഭാഗമായി അഭിമാനത്തോടെ നിലനിൽക്കാനുണ്ടായ കാരണം. അങ്ങനെ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു, പക്ഷേ അവരുടെ തീരുമാനം ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, സ്വന്തം ജീവനല്ല അവിടെ വലുത് എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനമാണ് ഇന്നും പഞ്ചാബ് ഇന്ത്യയുടെ ഭാഗമായി തന്നെ നിലനിൽക്കാനുള്ള പ്രധാന കാരണം.